അവർ തേടിയത് ഹാദിറായ ജിന്നിനോടല്ല, അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതല്ല എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ? 100 വട്ടം തയ്യാറാണ്. വിസ്റ്റം പണ്ഡിത സഭയെയാണ് KJUവിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഹനീഫ് കായ്ക്കുടി വെല്ലുവിളിച്ചത്. അപ്പോ കത്ത് കിട്ടൂല, കത്ത് തരാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ മൂപ്പര് ഒരു എന്തായാലും പറയാൻ എനിക്കറിയില്ല, ഒരു KJUവിന്റെ സെക്രട്ടറി ആകുമ്പോൾ ഒരു KJUവിന്റെ ചരിത്രമെങ്കിലും, കേരളത്തിന്റെ ചരിത്രമോ ഇസ്ലാമിന്റെ ചരിത്രമോ ഇനി പ്രസ്ഥാനത്തിന് KJUവിന്റെ ചരിത്രമെങ്കിലും അയാൾക്ക് അറിയണ്ടേ? അയാളിപ്പോ പറഞ്ഞത് വെച്ചാൽ KJU ആർക്കും സംവാദത്തിന് കത്ത് കൊടുക്കാറില്ല, അല്ലെങ്കിൽ KJU ഒന്നും സംവാദത്തിന് പോകാറില്ല എന്നാ. KJUവിന്റെ കത്ത് കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ വാദപ്രതിവാദത്തിന് ഒഴിഞ്ഞു മാറാൻ എന്താ വഴി? KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ, KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ. അതെന്തായാലും കിട്ടൂല. കാരണം ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം, മൂപ്പര് കുറെ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. മുജാഹിദുകളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു രീതി KJUവിനില്ല. അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ? KJUവിന്റെ കത്ത് വേണമെന്ന് പറയാ. ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട്? എന്റെ കയ്യിലുള്ളത് പരപ്പനങ്ങാടിയിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിന്റെ കത്ത് ഇടപാടിന്റെ രേഖയാണ്. പരപ്പനങ്ങാടിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുജാഹിദുകളും, പരപ്പനങ്ങാടി വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്ന സംബന്ധിച്ച്, അല്ലാതെ ISM, MSM, SKSSF ഒന്നല്ല. എന്നാൽ ജംഇയ്യത്തുൽ ഉലമ ഇതില് ബഹുമാനനായ MCC അബ്ദുറഹ്മാൻ മൗലവിമാരുണ്ട്, അതുപോലെ തന്നെ KM മൗലവി. KM മൗലവി വന്ന് KJUവിന്റെ അടിസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, MCC ഒക്കെ. അപ്പൊ KJUവിന്റെ നേതൃത്വത്തിൽ തന്നെ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. സെക്രട്ടറി ഇല്ലെങ്കിൽ ആ ചരിത്രത്തിൽ ഒന്ന് പഠിച്ചോളി. നിങ്ങളേതായാലും തൗഹീദൊക്കെ മാറ്റിയല്ലോ, ഏതായാലും ഈ ചരിത്രം മാറ്റില്ല നിങ്ങൾ. ഇതൊക്കെ ഇവിടെ ലിഖിതമായ ചരിത്ര രേഖകളാണ്. നിങ്ങൾക്ക് സംവാദത്തിന് വരാൻ പേടിയുണ്ടെങ്കിൽ വൈജ്ഞാനിക ചർച്ചയ്ക്ക് വരാൻ വേണ്ടി അത് പറഞ്ഞാൽ മതി. അതല്ലാതെ KJU ആരോടും വൈജ്ഞാനിക ചർച്ചയ്ക്ക് പോയിട്ടില്ല, സംവാദത്തിന് പോയിട്ടില്ല എന്നുള്ള തനിച്ച ബോസ്റ്റ് വിഡ്ഢിത്തം, ചരിത്രപരമായ വിഡ്ഢിത്തം നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് KJUവിന്റെ കത്ത് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. KJU ആർക്കും കത്ത് കൊടുത്തിട്ടില്ല നീ മേലാൽ പറയരുത്. പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ട് നടന്ന ചർച്ചയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിൽ തന്നെയാണ് സംവാദം നടന്നിട്ടുള്ളത്. ഇനി അതിന്റെ ഒരുപാട് വായിക്കാണ്ട്. വാദപ്രതിവാദത്തിന് അവർ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ പതിയുമായി സ്വന്തം നിലയ്ക്ക് സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ലവും. പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സംസാരങ്ങൾ പരാജയപ്പെട്ടിട്ടെങ്കിലും അതുകൊണ്ട് കാര്യത്തിന് ഒരു അറിവ് വരുത്തുവാൻ സാധിക്കില്ലെന്നും അധിക സ്ഥലങ്ങളിലും ബഹളത്തിൽ കലാശിക്കുണ്ടാകുമെന്നും പറയുന്നു. എന്ന് പറഞ്ഞാൽ പതിയാണ് അവിടെ വെല്ലുവിളിച്ചത് പരപ്പനങ്ങാടിയിൽ. ഏതുപോലെ പരപ്പനങ്ങാടി ഇവിടെ കൊടുവള്ളിയിൽ വെല്ലുവിളിച്ചു മുജാഹിദീങ്ങളെ, ആര്? കായ്ക്കുടി. അത് പരപ്പനങ്ങാടി ഏറ്റെടുത്തു. പരപ്പനങ്ങാടിയിൽ വന്നിട്ട് പതി മുജാഹിദുകളെ വെല്ലുവിളിച്ചു. മുജാഹിദീങ്ങൾ പറഞ്ഞു പതി അങ്ങനെ വെല്ലുവിളിച്ചിട്ട് പോയ കാര്യമില്ല, പതി അങ്ങനെ വെല്ലുവിളിച്ച് കത്തുമ്പോ പറയാൻ ഞങ്ങളെ ഏറ്റെടുക്കില്ല എന്ന് പറയും. അതുകൊണ്ട് പതിയുടെ സംഘടനയായ അവരുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ ജംഇയ്യത്തുൽ ഉലമക്ക് കത്തെഴുതണം എന്ന് KM മൗലവി MCC പറഞ്ഞു. അതിന്റെ രേഖയാണത്. ഇത് ഇന്നും തന്നെ നടക്കുകയല്ല. അപ്പൊ ഒറിജിനൽ മനസ്സിലായി മുജാഹിദുകളുടെ പാരമ്പര്യം ആർക്കാന്ന്. അപ്പൊ ആ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ, ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിച്ചിട്ടുള്ള KJUവിന്റെ കത്ത് തരണം. കാരണം വെല്ലുവിളിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി KJU ആർക്കും കത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ നിൽക്കേണ്ട. പരപ്പനങ്ങാടിയിലാണല്ലോ ഈ ഹനീഫ് കായ്ക്കുടിയും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ രേഖകൾ ഇവിടെ നിന്ന് വായിച്ചു നോക്കിയാൽ മതി.